What's up guys, welcome back to another vlog. അപ്പോൾ ഇന്നത്തെ vlog എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹീറോയുടെ മെഗാ മോട്ടോഴ്സ് നമ്മുടെ ആലുവിലുള്ള മെഗാ മോട്ടോഴ്സിലാണ് വന്നേക്കണേ. പിന്നെ മെട്രോയുടെ അടിയിൽ തന്നെയാണ് ഈ സ്ഥലം. അപ്പോൾ ഞാനിവിടെ വന്നേക്കണമെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ 200S അതായത് എക്സ്ട്രീം 200S നമ്മുടെ ഹീറോയുടെ പുതിയ മോഡലായ എക്സ്ട്രീം 200Sൻ്റെ റൈഡ് റിവ്യൂ ചെയ്യാനാണ് ഞാൻ വന്നേക്കണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വണ്ടി ഓടിക്കാം. എൻ്റെ വണ്ടി ഇതേ അവിടെ താഴെ ഇരിക്കുന്നുണ്ട്. ഞാൻ വണ്ടിയുടെ പെട്ടെന്നൊരു ഇത് കാണിച്ചു തരാം വണ്ടിയുടെ. യെസ്, അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്. ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ പറയാം. ഫ്രണ്ടിൽ ഡുവൽ LED ഹെഡ് ലാമ്പ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വന്നത്. 37mm ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. പിന്നെ നമുക്ക് വന്നെ 276mm ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വിത്ത് സിംഗിൾ ചാനൽ ABS ആണ്. അതായത് ഫ്രണ്ടിൽ മാത്രമേ നിങ്ങൾക്ക് ABS കിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഫ്രണ്ട് ടയർ അത് 17 ഇഞ്ച് ടയേഴ്സാണ്. അത് 100mm ആണ് ടയർ സൈസ് വരുന്നത്. പിന്നെ നമ്മൾ എഞ്ചിൻ സൈഡിലേക്ക് നോക്കിയതിൽ തന്നെ 199.6cc സിംഗിൾ സിലിണ്ടർ OHC എഞ്ചിനാണ് വന്നത്. 18.1 bhp at 8000 rpm, 17.1 Nm ടോർക്ക് അറ്റ് 6500 rpm ഇതിന് തന്നെ. എക്സോസ്റ്റ് നോക്കാൻ പോയാൽ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു നമ്മുടെ 200Tക്കും വന്ന ടൈപ്പ് സെയിം എക്സോസ്റ്റ് ആണ്. ബാക്കിൽ 220mm ഡിസ്ക്കാണ് വന്നത്. നോ ABS, സിംഗിൾ ചാനൽ ABS ആണ്. ബാക്കിൽ നിങ്ങൾക്ക് ഡിസ്ക് ഇടില്ല. ബാക്കിലത്തെ ടയർ വന്നെ 130 ആണ്. 17 ഇഞ്ച് ടയേഴ്സാണ് ബാക്കിലും വന്നേക്കണത്. പിന്നെ നമുക്ക് ടെയിൽ ലാമ്പ് നോക്കാൻ പോയാൽ നല്ലൊരു ഷാർപ്പായിട്ടുള്ള ടെയിൽ ലാമ്പാണ്. ബാക്കിൽ ഇവിടെ നോർമൽ ബൾബ് ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമുക്കൊരു ഇവിടെ ഒരു സാരി കാർഡ് കൊടുത്തിട്ടുണ്ട്. ചെറിയ സാരി കാർഡ്, അത്യാവശ്യം വൃത്തിയുള്ള സാരി കാർഡ്. പിന്നെ നമുക്ക് ബാക്കിലേക്ക് മോണോഷോക്ക് ഉണ്ട്. മോണോഷോക്ക് നോക്കാൻ പോയാൽ 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോഷോക്ക് സസ്പെൻഷനാണ്. പിന്നെ ഗിയർ ബോക്സ് വന്നത് 5 സ്പീഡ് ഗിയർ ബോക്സ്, വെറ്റ് ക്ലച്ച് ആണ്. നോർമൽ വെറ്റ് ക്ലച്ച് ആണ്, സ്ലിപ്പർ ക്ലച്ച് ഒന്നും അല്ല ഇത് തന്നെ. പിന്നെ സീറ്റ് നോക്കാൻ പോയാൽ അത്യാവശ്യം നല്ല കുഷൻ്റെ സീറ്റാണ്. അത്യാവശ്യം നല്ല സോഫ്റ്റ് സീറ്റാണ്. ഇവിടെ ടാങ്കിൻ്റെ മുകളിൽ ഒരു പാഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ടാങ്ക് കപ്പാസിറ്റി വന്നത് 12.5 ലിറ്റേഴ്സാണ് ടാങ്ക് കപ്പാസിറ്റി വന്നത്. പിന്നെ അത്യാവശ്യം മിറേഴ്സ് ആയാലും അത്യാവശ്യം നല്ല വൈഡാണ്. നമുക്ക് ഫിനിഷിങ് സ്വിച്ചിൻ്റെ ക്വാളിറ്റിയൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇതിന് ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്ററാണ്. അത് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ കാണിച്ചു തരാം. അത് കാണാത്തവർ എൻ്റെ 200Tയും 200ൻ്റെ റിവ്യൂ വാക്ക് അറൗണ്ട് വീഡിയോ പോയി കണ്ടാൽ നിങ്ങൾക്ക് അതേ സെയിം ക്ലസ്റ്ററാണ് ഈ 200Sലും വന്നേക്കുന്നത്. ശേഷം അപ്പോൾ വണ്ടിമേ കയറിയിരിക്കാൻ നമുക്ക് വണ്ടിമേ കയറിയിരിക്കുമ്പോൾ തന്നെ എനിക്ക് പറയാനുള്ള ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ വണ്ടിയുടെ വെയിറ്റ് തന്നെ 149 kg ആണ് വണ്ടിയുടെ വെയിറ്റ് വന്നത്. പിന്നെ സീറ്റ് ഹൈറ്റ് നോക്കുവാണെങ്കിൽ എനിക്ക് ഫ്ലാറ്റ് ഫുട്ടാണ്. ഞാൻ 5'6" ആണ് എൻ്റെ ഹൈറ്റ്, 5 അടി 6 ഇഞ്ചാണ്. അപ്പോൾ എനിക്ക് ഫ്ലാറ്റ് ഫുട്ടാണ്. സീറ്റ് ഹൈറ്റ് വന്നത് 795mm ആണ് സീറ്റ് ഹൈറ്റ്. പിന്നെ നമ്മൾ നോക്കാൻ പോയാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് അങ്ങ് താഴത്തേക്ക് നോക്കിയാൽ 165mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇതിന് വന്ന് കൊടുത്തേക്കണേ. അപ്പോൾ 165mm അത്യാവശ്യം ഫെയർഡ് വണ്ടിക്ക് ഓക്കെ ആണ്. നമ്മുടെ ഇവിടുത്തെ റോഡിൽ അത്യാവശ്യം കട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ് 165mm ഗ്രൗണ്ട് ക്ലിയറൻസ്. അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. നല്ലൊരു മീറ്ററാണ്. നമ്മളിപ്പോൾ ബ്ലൂടൂത്ത് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണം. നമുക്ക് എക്കോ മോഡിലിട്ടിട്ട് നമുക്ക് നോക്കാം എന്താ കാണിക്കണേ എക്കോ മോഡിൽ നിന്ന്. അപ്പോൾ ലെറ്റ്സ് ഗോ. മേളിലേക്ക് ഒരു ആരോ വന്നുണ്ടോ, അതിൻ്റെ അർത്ഥം ഗിയർ മാറാനാണ് ആ ആരോ പറയണത്. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ് എക്കോ മോഡിൽ. പിന്നെ എക്കോ മോഡിൽ ഞാൻ പറഞ്ഞ പോലെ 3 ഡോട്ടും ബ്ലാക്ക് ആയാലാണ് നമുക്ക് മാക്സിമം മൈലേജ് കിട്ടുക. ഇപ്പം ഞാൻ 2 ഡോട്ട് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. 1 ഡോട്ടും കൂടെ ഞാൻ ബ്ലാക്ക് ആക്കി കാണിച്ചു തരാം. 65 മേളിലേക്ക് പോയാൽ 3 ഡോട്ടും ബ്ലാക്ക് ആവില്ല. 65 വരെയാണ്. അപ്പോൾ ഒരു ആവറേജ് ഒരു നല്ല മൈലേജ് കിട്ടുന്ന ഒരു സ്പീഡ് പറയണം ഹീറോ. അപ്പോൾ സജസ്റ്റ് ചെയ്യണം 65 അറ്റ് 5th ഗിയർ. ഇതാണ് അവരുടെ 3 ഡോട്ടും ബ്ലാക്ക് ആവുന്ന ഒരു മൈലേജ് കാൽക്കുലേഷൻ. അപ്പോൾ അതിലായിരിക്കും നമുക്ക് ബെസ്റ്റ് മൈലേജ് കിട്ടുക. നല്ലൊരു റൈഡിങ് പൊസിഷനാണ്. നമുക്ക് അത്യാവശ്യം സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ റൈഡിങ് പൊസിഷൻ തന്നെയാണ് ഇതിന്. നമുക്ക് കംഫർട്ടബിളാണ്. ചെറിയ ഒരു പൊടിക്ക് ഫ്രണ്ടിലേക്ക് നമുക്ക് ലീൻ ഉണ്ട്. അത് നമുക്ക് ശരിക്കും അങ്ങനെ ഒന്നും ഫീൽ ചെയ്യില്ല. ചെറിയൊരു ലീൻ ഫ്രണ്ടിലേക്ക് ഉണ്ട്, ചെറുതായിട്ട്. അത്രേ ഉള്ളൂ ഇതിൻ്റെ. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി ഫ്ലിക്കബിളാണ്. വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ കയറിയും പോകുന്നുണ്ട്. നമ്മുടെ ഹൈവേസിലായാലും ട്രാഫിക്കിലായാലും നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് ട്രാഫിക് ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഈ വണ്ടി വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. സസ്പെൻഷൻ, ഇതിൻ്റെ സസ്പെൻഷൻ 37mm ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഇതിന് കൊടുത്തേക്കണത്. അത് നമ്മുടെ 200Tയിലും സെയിം സസ്പെൻഷൻ തന്നെയാണ്, അതും വ്യത്യാസമൊന്നുമില്ല. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ 276mm ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തേക്കണത്. അതായാലും നമ്മുടെ 200Tയുടെ സെയിം ആണ് വിത്ത് സിംഗിൾ ചാനൽ ABS. ഫ്രണ്ടും ബാക്കും ടയേഴ്സ് ഇതിന് വന്ന് കൊടുത്തേക്കുന്നത് നമ്മുടെ MRFൻ്റെ ടയേഴ്സ് ആട്ടോ, ഫ്രണ്ടിലും ബാക്കിലും. അതും നമ്മുടെ 200Tയുടെ അത് തന്നെ സെയിം ടയേഴ്സാണ്. ഇതിന് എനിക്ക് ആകെ ഒരു മെയിൻ വ്യത്യാസം ഒരു നല്ല ആയിട്ട് തോന്നിയത് ഇതിൻ്റെ റൈഡിങ് പൊസിഷൻ നമുക്ക് ഇത്രയും കൂടെ കംഫർട്ടബിളാണ്. അത് കൂടാണ്ട് അപ്രൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഹാൻഡിൽ ബാർ ഞാൻ പറയില്ല, ഒരു പ്രത്യേക തരം ഒരു പൊസിഷനാണ്. നമുക്ക് പെട്ടെന്ന് കയറിയിരിക്കുമ്പോൾ ഇത് നമ്മൾ ഏത് വണ്ടിയിലാണ് ഇങ്ങനത്തെ ഒരു റൈഡിങ് പൊസിഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് പോകും.
അപ്പോൾ അങ്ങനത്തെ ഒരു റൈഡിങ് പൊസിഷൻ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലിക്ക് ചെയ്ത് നടക്കാം വണ്ടി. എന്തായാലും ഫ്രണ്ടിലത്തെ സസ്പെൻഷനായാലും ബാക്കിലത്തെ സസ്പെൻഷൻ മോണോഷോക്കാണ്, അത് 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ് മാനുവലി. അപ്പോൾ അതും വെച്ച് നോക്കുവാണെങ്കിൽ സസ്പെൻഷൻ അത്യാവശ്യം നല്ല സസ്പെൻഷനാണ്. അത്യാവശ്യം ബമ്പും കാര്യങ്ങളും ഗട്ടറും ബാഡ് റോഡ്സും അത്രയ്ക്ക് നമുക്ക് പോകാൻ പറ്റില്ല. നമുക്ക് അത്യാവശ്യം നല്ല ബാഡ് റോഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് സുഖമായിട്ട് നമ്മൾ ഇത് സസ്പെൻഷൻ ഡാമ്പ് ചെയ്യുന്നുണ്ട് എന്തായാലും. പിന്നെ ക്ലച്ച് ഈസ് ഓൺ ദ മീഡിയം. നമുക്ക് അത്ര സോഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് അത്യാവശ്യം സോഫ്റ്റാണ്, അത്ര ഹാർഡല്ല. എന്തായാലും നമുക്കൊരു മീഡിയം റേഞ്ച് കൊടുക്കാം നമുക്ക് ക്ലച്ചിന്. ഒരു മീഡിയം ടൈപ്പ് ക്ലച്ചാണ് ഇതിൻ്റെ ക്ലച്ച് ഫീൽ തന്നെ. പിന്നെ ഗിയർ ബോക്സ് ആയാലും അത്യാവശ്യം സ്മൂത്ത് ഗിയർ ബോക്സ് ആണ്. നമുക്ക് അതിനുള്ള ഒരു ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും തോന്നില്ല. നല്ല അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ബോക്സ് ആണ് എല്ലാ ഗിയേഴ്സിലായാലും. പിന്നെ നമുക്ക് ഇനീഷ്യൽ നല്ല രീതിയിൽ പവർ നമുക്ക് തോന്നിക്കില്ല, പക്ഷേ സെക്കൻഡ് തേർഡ് ഫോർത്തിലൊക്കെ വണ്ടി നല്ല രീതിയിൽ കയറി പോകുന്നുണ്ട്. 9000 RPM ആണ് ഇതിൻ്റെ ലിമിറ്റ് വന്നേക്കണം. 9000 RPM മേളിൽ ഈ വണ്ടി പോകണില്ല എന്തായാലും. അപ്പോൾ 9000 ആണ് ഇതിൻ്റെ ലിമിറ്റ് കൊടുത്തേക്കുന്നത്. പിന്നെ 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. എപ്പോഴും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ 6ാമത്തെ ഗിയർ ഇപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുക, എവിടെ പോയി 6ാമത്തെ ഗിയറിന്ന്. അപ്പോൾ ഇത് 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്, പ്ലീസ് ഡു റിമെമ്പർ. പിന്നെ നമുക്ക് ഇനി സീറ്റ് അത്യാവശ്യം നല്ല കുഷൻഡ് സീറ്റാട്ടോ, നല്ല സോഫ്റ്റിൽ നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റാണ് ഇതിന് കൊടുത്തേക്കണേ. അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് അത്ര ലോങ് റൈഡ്സ് പോകുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും നമുക്ക് തോന്നില്ല. പിന്നെ ഹൈവേസിലാണെങ്കിൽ ഐ തിങ്ക് ബെറ്റർ ക്രൂസ് ഓൺ 80 to 90. അതാണ് ഇതിൻ്റെ ബെസ്റ്റ് ക്രൂസിങ് സ്പീഡ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 80 to 90 90 നമ്മളൊരു ക്രൂസ് ചെയ്ത് നമ്മൾ എൻജിനെ കാമായിട്ട് കൊണ്ടുപോകണമെങ്കിൽ 6000-7000 RPM ഒക്കെ എത്തുമ്പോഴത്തേക്കും വണ്ടി 90 ആവും. പിന്നെ അതിന് മേളിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ ഒരു വൈബ്രേഷൻ അവിടെ നിന്നൊക്കെ ഫീൽ ചെയ്യും. എസ്പെഷ്യലി നമ്മുടെ ടാങ്കിൻ്റെ ഈ സൈഡിൽ നിന്ന്, അതായത് കിറ്റ് ഭാഗത്തുനിന്ന് നമുക്ക് ചെറിയൊരു വൈബ്രേഷനൊക്കെ ഫീൽ ചെയ്യാം ഒരു 7000 RPM ഒക്കെ അങ്ങ് കഴിയുമ്പോൾ. പിന്നെ ഇതിൻ്റെ വൈസർ ഇത്തിരിയും കൂടെ വലുതാക്കായിരുന്നു. വൈസർ വലിയ കാര്യം യെസ്, ഓൾമോസ്റ്റ് എനിക്കിപ്പോൾ 5-6 ആണ്. എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല. വിൻഡ് അത്യാവശ്യം തലയുടെ ഇവിടെ കൂടെ അങ്ങ് പൊക്കോളും. അത്യാവശ്യം എൻ്റെ കറക്റ്റ് വൈസറിൻ്റെ തൊട്ട് മുകളിലായിട്ട് പോവും. നമ്മുടെ മേത്ത് അങ്ങനെ അടിക്കില്ല. പക്ഷേ ഇത്രയും കൂടി വലിയ വൈസറായിരുന്നെങ്കിൽ അത് ഇത്രയും കൂടെ അടിപൊളിയായേനെ എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പിന്നെ മിറേഴ്സൊക്കെ അത്യാവശ്യം വൈഡ് മിറേഴ്സ് ആട്ടോ. നമുക്ക് നല്ല വൈഡ് മിറേഴ്സ്, നമുക്ക് സൈഡായാലും നമുക്ക് ബാക്കിലുള്ള വണ്ടികളെല്ലാം നല്ല രീതിയിൽ നമുക്ക് കണ്ടുകൊണ്ട് പോവാം. കാലൊക്കെ നല്ല രീതിയിൽ ടക്കിങ് ചെയ്താണ് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു അത്യാവശ്യം ഹൈറ്റുള്ള ആൾ, ഒരു 5'6", 5'8", 5'9" വരെയുള്ള ആൾക്കാർക്ക് കുഴപ്പമുണ്ടാവില്ല. അത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. അവർക്ക് ഭയങ്കര കുഞ്ഞു വണ്ടിയായി പോകും. ഇത് ഒരു 6 അടി പൊക്കമുള്ള ആൾക്കാർക്കൊക്കെ ഇത് വലിയ കുഞ്ഞു വണ്ടിയായി പോകും. ഞാനിപ്പോൾ മാക്സിമം എക്കണോമിയിലാണ് പോകണം. നിങ്ങൾക്കത് കാണാൻ പറ്റും. 3 ഡോട്ട് ഞാൻ തെളിയിച്ചിരിക്കുകയാണ്. അതായത് 65 വരെ പോയാലേ 3 ഡോട്ടും ബ്ലാക്ക് ആവുള്ളൂ. അതിന് മേളിലേക്ക് പോയാൽ ബ്ലാക്ക് പോകും ഓരോന്നായിട്ട്. പിന്നെ ടയേഴ്സ് നമുക്ക് അത്യാവശ്യം റോഡിൽ ഗ്രിപ്പ് തരുന്ന ടയേഴ്സാണ്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് ഇത് അധികം അങ്ങനെ സ്പീഡൊന്നും നമുക്ക് പ്രിഫർ ചെയ്യില്ല. കാര്യം നമ്മൾ അധികം സ്പീഡിൽ പോയാൽ വണ്ടി തന്നെ ചിലപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തരും എന്ന് ഞാൻ തോന്നുന്നു. കാര്യം അധികം സ്പീഡ്, ഇതിൻ്റെ മാക്സിമം സ്പീഡ് ഒരു 120 to 125 ആണ് പറയണേ. അപ്പോൾ അതാണ് നമ്മുടെ മാക്സിമം സ്പീഡ് തന്നെ. അപ്പോൾ നമുക്ക് ആ റേഞ്ചൊക്കെ നോക്കുവാണെങ്കിൽ ഈ ടയേഴ്സ് അത്യാവശ്യം MRFൻ്റെ നല്ല ടയേഴ്സാണ്. നമുക്ക് അത്യാവശ്യം നല്ല ഗ്രിപ്പും, റോഡിൽ നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ABS ബ്രേക്കിംഗ് അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് ആണ് ഇതിന് വന്നേക്കണേ. ഞാനപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. നമ്മുടെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ ഉണ്ടോ, നല്ലൊരു വണ്ടി ചരിഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്ററാണ്. ഇതാണ് ഇതിൻ്റെ ചെറിയൊരു ക്ലസ്റ്റർ, LED ക്ലസ്റ്ററാണ്. ഇവിടെ RPM മീറ്റർ ഉണ്ട്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, സമയം, ഓഡോമീറ്റർ, സ്പീഡ്, ഫ്യൂവൽ, ഇവിടെ എക്കണോമി, പിന്നെ ട്രിപ്പ് 1 അതിൻ്റെ ആവറേജ് സ്പീഡും ടൈമൊക്കെ, പിന്നെ ഡേറ്റ് ഉണ്ട് അടിയിൽ. പിന്നെ ട്രിപ്പ് 2 അവിടെയും നമ്മുടെ ആവറേജ് സ്പീഡും ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പെയറിംഗ്, ബ്ലൂടൂത്ത്, പിന്നെ എക്കോ മോഡ്, ഇതാണ് മീറ്ററിലുള്ളത്. പിന്നെ ഇവിടെ ABS ലൈറ്റ്, ന്യൂട്രൽ ലൈറ്റ്, അങ്ങനെ ചെറിയ കാര്യങ്ങൾ. ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്. നമുക്ക് കാണാൻ ഡുവൽ LED ഹെഡ് ലാമ്പാണ് ഇതിന് വന്നേക്കണത്, ഇപ്പുറത്തെ സൈഡിലും. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആയാലും നമ്മുടെ ബൾബ് ഇൻഡിക്കേറ്റേഴ്സാണ് വന്നേക്കണത്. പിന്നെ എയർ കൂൾഡ് എഞ്ചിനാട്ടോ, ലിക്വിഡ് കൂൾഡൊന്നുമല്ല, എയർ കൂൾഡാണ്. പിന്നെ ഉള്ളൊരു കാര്യം, ഇത് കാർബറേറ്റഡ് വേർഷനാണ്. കണ്ടോ, കാർബറേറ്റർ ഇരിക്കുന്നുണ്ടോ. പിന്നെ കിക്കർ ഉണ്ട് ഇതിന്, കിക്കർ. നമുക്ക് കിക്ക് സ്റ്റാർട്ടും ഉണ്ട്, സെൽഫ് സ്റ്റാർട്ടും ഉണ്ട്. പിന്നെ ഇവിടെ ഫ്യൂവൽ നോബും ഉണ്ട്. ഇവിടെ റിസർവും മെയിനും ആക്കണം ഫ്യൂവൽ നോബ്. ഞാനപ്പോൾ അതിൻ്റെ അടിഭാഗം കാണിച്ചു തരാം. എനിക്ക് തോന്നണു ഹോപ്പ്ഫുള്ളി ഇതിന് ചാർജർ ഇല്ല. ഡിസപ്പോയിൻറ്റഡ്. അതോ ഞാൻ കാണാത്തതാണോ? ഹീറോ, ഐ ആം ഡിസപ്പോയിൻറ്റഡ്. എന്തുകൊണ്ട് ഇതിന് ചാർജർ കൊടുത്തില്ല?
ബാക്കി എല്ലാ വണ്ടിക്കും ചാർജറുണ്ട്, ഇതിന് മാത്രം ചാർജറില്ല. അവരുടെ ഇപ്പം ഇറങ്ങിയ എല്ലാ പുതിയ വണ്ടിയിലും ഈ സാധനം ഉണ്ടായി, പക്ഷേ ഇതിന് മാത്രം അവർ കൊടുത്തില്ല. എക്സോസ് നോട്ട് കേൾപ്പിക്കട്ടെ ഞാൻ നിങ്ങളെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സോസ് നോട്ട്. കിൽ സ്വിച്ച് ഓൺ, ന്യൂട്രൽ ലൈറ്റ് ഓൺ. ഇതാണ് ഇതിൻ്റെ എക്സോസ് നോട്ട്. അപ്പോൾ എക്സോസ് നോട്ട് അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള എക്സോസ് നോട്ട്. അത്ര ബാസോ ഒന്നുമില്ല, അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു എക്സോസ് നോട്ടാണ് ഈ വണ്ടിക്കുള്ളത്. അപ്പോൾ അപ്പോൾ നമുക്കിനി തിരിച്ച് വണ്ടി കയറാം. ഞാനപ്പോൾ 0 to 100 ഈ വണ്ടി എത്രയും കയറും എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, 3 ഓൺ. അപ്പോൾ ഞാൻ വണ്ടി ഇങ്ങനെ തള്ളി പിടിച്ചിട്ടും വണ്ടി 114 കഴിഞ്ഞിനി കയറണം. വണ്ടിക്ക് കയറാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട് 114 കഴിഞ്ഞിട്ട്. അപ്പോൾ വണ്ടി വന്ന സിംഗിൾ സിലിണ്ടർ OHC എഞ്ചിനാണ് വണ്ടിയിൽ വന്നത്. അപ്പോൾ ഇതിൻ്റെ പവർ വന്നതെന്ന് വെച്ചാൽ 18.4 bhp at 8000 RPM, 17.1 Newton meter ടോർക്ക് at 6500 RPM ആണ് ഈ വണ്ടിയുടെ പവർ ഡെലിവറിയും ടോർക്ക് ഡെലിവറിയും നമുക്ക് കിട്ടണം. അപ്പോൾ അത് അത്യാവശ്യം നമുക്ക് എല്ലാ ഗിയറിലും ഫസ്റ്റ് 3 ഗിയേഴ്സിൽ നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം ഇതിൻ്റെ എല്ലാ ഗിയേഴ്സിലും നമുക്ക് ആ വലി വന്നുണ്ട്. കാര്യം നമുക്ക് ചില വണ്ടിയിൽ നമ്മുടെ 6th ഗിയറൊക്കെ വെറും കടമായിരിക്കും, എന്ന് വെച്ചാൽ ക്രൂസിങ്ങിന് മാത്രം വണ്ടി വലിയില്ല, ജസ്റ്റ് ഒരു പേരിന് ഒരു മൈലേജ് കിട്ടാൻ വേണ്ടി തന്നെ ഗിയറായിരിക്കും 6th ഗിയർ എന്ന് പറഞ്ഞാൽ ചില വണ്ടികളിൽ. പക്ഷേ ഇതിൽ അങ്ങനെയല്ല, 6th ഗിയർ ഇല്ലെങ്കിൽ നമുക്ക് ആ 5th ഗിയർ വെച്ച് അത്യാവശ്യം നല്ല 100 ഒക്കെ എത്താം. നമുക്ക് അത്യാവശ്യം ക്രൂസിങ് സ്പീഡൊക്കെ സുഖമായിട്ട് നമുക്ക് എത്താൻ പറ്റുന്നുണ്ട്. നമുക്കിപ്പോൾ നല്ല പൊളിക്കണമെങ്കിൽ തന്നെ പൊളിക്കാനായാലും ഈ വണ്ടി നമുക്ക് ഫുൾ സപ്പോർട്ടാണ്. പിന്നെ ഈ വണ്ടിക്ക് ലോ ആൻഡ് ടോർക്ക് അടിപൊളിയാണ് കേട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം നമുക്ക് 5th ഗിയറിൽ നമുക്ക് അത്യാവശ്യം നോക്കിങ് ഇല്ലാണ്ട് നമുക്ക് 40-ലൊക്കെ പോവാം. അപ്പോൾ നമ്മുടെ ജിക്സറിന് ഒരു റീപ്ലേസ്മെൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണ് കേട്ടോ. ഇത് ജിക്സർ 155ക്ക് ഒരു റീപ്ലേസ്മെൻ്റ് ആണ്. ഇപ്പോൾ ജിക്സർ 155ക്ക് സ്ട്രീറ്റ് ഫൈറ്റർ ഹാൻഡിൽ ബാർ അല്ലല്ലോ, ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസ് ആണ് തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ജിക്സർ പോയപ്പോഴത്തേക്കും ജിക്സറിന് റീപ്ലേസ്മെൻ്റ് ആയിട്ട് നമുക്ക് ഹീറോ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ജിക്സർ സുസുക്കിയുടെയാണ്, പക്ഷേ അതിനുള്ള റീപ്ലേസ്മെൻ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് സ്ട്രീറ്റ് ഫൈറ്റർ ഹാൻഡിൽ ബാർസ് വിത്ത് ഫുള്ളി ഫെയർഡ് വണ്ടി. ഹീറ്റിംഗ് ഇഷ്യൂസ്, നോ ഇഷ്യൂസ്, എയർ കൂൾഡ് എഞ്ചിനാണ്, ഒരു കുഴപ്പമില്ല, ചൂടൊന്നുമില്ല, എനിക്ക് തോന്നണ പോലുമില്ല ചൂടുണ്ടെന്ന്. ഞാനപ്പോൾ നിങ്ങൾക്ക് ഇനി ആപ്പ് കാണിച്ചു തരാം. നമ്മുടെ നാവിഗേഷൻ നമ്മളിവിടെ ME വെക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബ്ലൂടൂത്ത് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ തിരിച്ച് ബ്ലൂടൂത്തിലേക്ക് വരിക. ബ്ലൂടൂത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയുടെ ആപ്പ് ഉണ്ട്, ഹീറോ റൈഡ് ആപ്പ് എന്നുണ്ട്. നമുക്ക് ആൻഡ്രോയിഡ് യൂസേഴ്സും ആപ്പിൾ യൂസേഴ്സിനും ഈ സാധനം ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ആപ്പ് എടുക്കുക. അപ്പോൾ അത് നമ്മൾ കണക്റ്റ് ആകുമ്പോൾ തന്നെ ഒരു ബ്ലൂടൂത്തിൻ്റെ സെർച്ചിങ് ആയിരിക്കും അത്. എനിക്കിപ്പോൾ ഇവിടെ വന്നു ഹീറോ 5725 എന്നുണ്ട്, അതാണ് നമ്മുടെ വണ്ടിയുടെ. അത് നമ്മൾ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ഗൂഗിൾ മാപ്പ് പോലത്തെ ഒരു മാപ്പ് അവർ വരും. നമ്മളതിൽ ഇപ്പോൾ ഞാനിവിടെ ആലുവയിലാണ് നിൽക്കണം. അപ്പോൾ ഞാൻ ആലുവ റെയിൽവേ സ്റ്റേഷൻ, ഞാനപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷൻ കൊടുത്തു. അപ്പോൾ അവർ നമുക്ക് റൂട്ട് സജസ്റ്റ് ചെയ്യും. എന്നിട്ട് സ്റ്റാർട്ട് റൈഡ് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് നാവിഗേഷൻ അതിൻ്റെ അകത്ത് വരുന്നതായിരിക്കും. കണ്ടോ, ഇതിപ്പോൾ തന്നെ അതിൽ ആരോ കാണിച്ചു തുടങ്ങി ഫ്രണ്ടിലേക്ക് ഇവിടുന്ന് റൈറ്റ് എടുക്കുക എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ ആരോ 140 മീറ്റേഴ്സിൽ റൈറ്റ് എടുക്കുക എന്നാണ് അവിടെ എഴുതിയേക്കണേ. അപ്പോൾ അങ്ങനത്തെ ഓരോ ആരോകളും മാർക്കിങ്സ് വെച്ചിട്ടായിരിക്കും നമുക്ക് ഇവിടുന്ന് ഡയറക്ഷൻ കിട്ടുക. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നമുക്കൊരു 140 മീറ്റർ ഫ്രണ്ടിലേക്ക് പോയിട്ട് വേണം റൈറ്റ് എടുക്കാൻ. അപ്പോൾ അതൊന്ന് നോക്കിയേക്കാം. എന്തായാലും നിങ്ങൾക്ക് കാണാം അവിടെ നാവിഗേഷൻ ശരിക്കും കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അവിടെ നാവിഗേഷൻ ബൈ ടേൺ ആരോ കാണിക്കും. അപ്പോൾ ഞാൻ ഇത്തിരി അങ്ങോട്ട് മാറിപ്പോയിട്ട് റീറൂട്ടൊക്കെ വന്നു. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് വരും. നമ്മൾ ആരോ സ്ഥലം മാറിപ്പോയാലും വഴി മാറിപ്പോയാലും എല്ലാ കാര്യത്തിലും കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് അവർ ടേൺ ബൈ ടേൺ നാവിഗേഷൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ആൻഡ്രോയിഡ് യൂസേഴ്സ് ആയാലും ആപ്പിൾ യൂസേഴ്സ് ആയാലും എല്ലാവർക്കും അത് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ്. പിന്നെ ഒരു സൂത്രം കാണിച്ചാൽ ഇവിടെ അടിപൊളിയായിട്ട് കാർബൺ ഫൈബർ ടെക്സ്ചർ ആട്ടോ ഈ സാധനം. ഈ സൈഡ് പാനൽ കാർബൺ ഫൈബർ ടെക്സ്ചറാണ്. ഇതുണ്ടോ, കാർബൺ ഫൈബർ ടെക്സ്ചറാണ് ഈ സൈഡ് പാനൽ ഫുൾ വന്നേക്കണത്.
യെസ്, അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1,22,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. കാർബ് വേരിയൻറ്റ് മാത്രമേ ഉള്ളൂ, FI വേരിയൻറ്റ് ഇല്ല 200S. അപ്പോൾ യെസ്, അതായിരുന്നു എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലീസ് ഷെയർ യുവർ തോട്ട്സ് ഇൻ ദ കമൻറ്റ് സെക്ഷൻസ് ബിലോ. സൈൻ ഓഫ് ചെയ്യണം, മറ്റാരുമല്ല നിങ്ങൾ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ.